നമസ്കാരം. പ്രധാന വാർത്തകൾ. പഞ്ചാബ് ഗവർണർ സ്ഥാനം ബൻവാരിലാൽ പുരോഹിത് രാജിവെച്ചു. വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിയെന്നാണ് ബൻവാരിലാൽ പുരോഹിത്തിന്റെ വിശദീകരണം. ചണ്ഡീഗഡിന്റെ അഡ്മിനിസ്ട്രേറ്റർ കൂടിയാണ് ബൻവാരിലാൽ പുരോഹിത്. ഈ സ്ഥാനവും ബൻവാരിലാൽ രാജിവെച്ചു. 4 വരികളുള്ള രാജിക്കത്താണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് നൽകിയത്. സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ നടപടികൾക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു. വ്യക്തിപരമായ കാരണങ്ങളാൽ പഞ്ചാബ് ഗവർണർ, ഛത്തീസ്ഗഡ് അഡ്മിനിസ്ട്രേറ്റർ പദവിയിൽ നിന്ന് ഞാൻ രാജിവെക്കുന്നു, രാഷ്ട്രപതിക്കുള്ള രാജിക്കത്തിൽ പുരോഹിത് കുറിച്ചു. മുഖ്യമന്ത്രി ഭഗവത് മാൻ നയിക്കുന്ന സംസ്ഥാന സർക്കാരുമായി നിരന്തര കലഹത്തിൽ ഏർപ്പെടുന്നതിനിടെയാണ് ഗവർണറുടെ രാജി. ഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ നാഥുറാം ഗോഡ്സെയെ പ്രകീർത്തിച്ച് കോഴിക്കോട് NIT പ്രൊഫസറുടെ ഫേസ്ബുക്ക് കമന്റ്. ഗോഡ്സെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനമുണ്ട് എന്നായിരുന്നു പ്രൊഫസർ ഷൈജ ആണ്ടവന്റെ കമന്റ്. കഴിഞ്ഞ ദിവസം രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ ആഘോഷം സംഘടിപ്പിച്ചവർക്കെതിരെ പ്രതികരിച്ച ദളിത് വിദ്യാർത്ഥിയെ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ച NIT നടപടി വിവാദമായിരുന്നു. അതിന്റെ തുടർച്ചയിലാണ് പ്രൊഫസർ ഷൈജ ആണ്ടവന്റെ ഗോഡ്സെ അനുകൂല നിലപാടും ചർച്ചയാകുന്നത്. കോഴിക്കോട് NITയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ പ്രൊഫസറാണ് ഷൈജ ആണ്ടവൻ. ഹിന്ദു മഹാസഭ പ്രവർത്തകൻ നാഥുറാം വിനായക് ഗോഡ്സെ ഭാരതത്തിലെ ഒരുപാട് പേരുടെ ഹീറോ എന്ന കുറിപ്പോടെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന പ്രൊഫൈലിൽ നിന്നും പോസ്റ്റ് ചെയ്ത ഗോഡ്സെയുടെ ചിത്രത്തിന് താഴെയാണ് ഷൈജ ആണ്ടവൻ കമന്റ് ഇട്ടത്. ഗോഡ്സെയെ ഇന്ത്യയെ രക്ഷിച്ചതിൽ അഭിമാനമുണ്ട് എന്നായിരുന്നു പ്രൊഫസർ ഷൈജ ആണ്ടവന്റെ കമന്റ്. 2008 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് നേടിയ ഷൈജ ആണ്ടവൻ 20 വർഷത്തിലധികമായി NITയിൽ അധ്യാപികയായി ജോലി ചെയ്യുകയാണ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.